ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം. ഈ മീൻകറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ തരികളോട് കൂടി തന്നെ അടിച്ചെടുത്താൽ മതി. ഇനി കറി തയ്യാറാക്കിയെടുക്കാനുള്ള മൺചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് ആ ഒരു പച്ചച്ചൊവ്വയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ സവാളയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇതേപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തരികളോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതിയേ. സവാളയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയിലുള്ള ഒരു വെള്ളം കൂടി നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോട്ടോ മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം എരിവ് കുറച്ച് കുറവുള്ള കറിയാണ് കേട്ടോ. എരിവ് കൂടുതലുള്ള കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചവ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മൂത്തിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളിയോ കുടംപുളിയോ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിയുടെ അളവും നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്രേവി നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ അയലമീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഒരു തുണി ഉപയോഗിച്ചിട്ട് ചട്ടി ചുറ്റിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മീൻകറി തയ്യാറാക്കി എടുത്താൽ മതിയേ. ഇതേപോലെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഗ്രേവിയൊക്കെ ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. മീൻകറിയുടെ കൂടെ തന്നെ ഞാനൊരു കൊഴുവ് ഫ്രൈയും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു റെസിപ്പിയും കൂടി കാണിച്ചു തരാം. 1/2 കിലോ കൊഴുവ് മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകാണ് എടുത്തിരുന്നത്, എന്നിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയായിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് മീനുമായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ കൊഴുവ കഴുകിയതിൻ്റെ ആ ഒരു വെള്ളമയം ഉള്ളതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് തിരുമ്മി എടുക്കാൻ പറ്റും. വെള്ളമയം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടൊന്ന് തിരുമ്മി എടുക്കണേ. നല്ലോണം മുളക് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മുളക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാൻ. ഞാൻ 2 ട്രിപ്പായിട്ടാണ് മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തേക്കുന്ന മീനിൻ്റെ ഒരു വശം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. മീനിൻ്റെ ഉണക്കൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വറുത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ മീൻ ഒത്തിരി ഉണക്കി എടുക്കണില്ല. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയിലോട്ടായിട്ട് ഒരു പിടി ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൊഴുവയും കൂടി ചേർത്ത് കൊടുക്കാം. കൊഴുവ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കൊഴുവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കൊഴുവ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം.